ഹലോ! അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കിൽഡെയർ വില്ലേജ് പോകാനായിട്ട് തീരുമാനിച്ച്. അങ്ങനെ നമ്മൾ സിറ്റിയിൽ നിന്ന് ഡബ്ലിൻ കൗച്ചൊക്കെ എടുത്ത് ഒരു 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ എടുത്ത് നമ്മൾ കിൽഡെയർ വില്ലേജിലെത്തി ട്ടോ. ഇവിടെ എത്തിയതും പെട്ടെന്ന് എന്നെ അട്രാക്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഭയങ്കര ബഹളങ്ങളോ ആൾക്കാരോ തിരക്കോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഷോപ്പിംഗ് ആണെങ്കിലും എല്ലാം. പിന്നെ ആദ്യമായിട്ട് നമ്മൾ കയറിയത് ലിൻഡിൻ്റെ ഈ ചോക്ലേറ്റ് ഷോപ്പിലായിരുന്നു. അവിടെ നിന്നൊരു ഐസ്ക്രീമും പിന്നെ ഷെയ്ക്കും അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഇറങ്ങി. കാരണം എന്ത് തുടങ്ങുമ്പോഴും മധുരം കഴിച്ച് തുടങ്ങണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ വാച്ചസിൻ്റെ ഷോപ്പിലെത്തി. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും ഉണ്ടായിരുന്നു. വാച്ചസിൻ്റെ ആണെങ്കിലും ബാഗ്സിൻ്റെ ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് 60% ഓഫിനൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ബ്രാൻഡ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്നുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ഷോപ്പിംഗ് സ്പോട്ടാണ് കിൽഡെയർ വില്ലേജ്. ലൈക്ക് എല്ലാം ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എല്ലാം ഉണ്ട് അവിടെ. വിശന്ന് ഞങ്ങളങ്ങനെ റോളിംഗ് ഡോണട്ട് വരെ എത്തി. അങ്ങനെ അത് കഴിച്ചു. പിന്നെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഫുൾ കാണാനുള്ളത് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുക, ഷോപ്പിംഗ് ചെയ്യുക ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പോവുക. ഞാൻ എക്സാക്റ്റ് ലൊക്കേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.